മൃതദേഹം ഏത് നിലയിലാണ് എന്ന് നമുക്ക് ഇതാ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അത് ജീർണിച്ച നിലയിലാണ്. അത് പ്രത്യേകം നമ്മൾ പറയേണ്ടതില്ല. 72ാമത്തെ ദിവസമാണ് ആളിനെ നമ്മൾ കണ്ടെത്തുന്നത്. സ്വാഭാവികമായും അത് ജീർണിച്ച നിലയിൽ തന്നെയാണ്. അത് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനകം കരയിലേക്ക് കൊണ്ടുവരും, ആശുപത്രിയിലേക്ക് മാറ്റും. ഇപ്പോൾ ശ്രീ എം കെ രാഘവൻ പറഞ്ഞതുപോലെ ഒരുപക്ഷേ DNA പരിശോധന വേണ്ടിവരും. അതിന്റെ തുടർ നടപടികൾ ശാസ്ത്രീയമായി നിയമപരമായി പൂർത്തിയാക്കേണ്ട ബാക്കി കാര്യങ്ങളുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ. എന്തായാലും കുടുംബത്തെ സംബന്ധിച്ച് അർജുൻ തിരിച്ചു വരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നുവെന്ന് സഹോദരി ഭർത്താവ് ജിതിൻ ഇപ്പോൾ പറഞ്ഞു നമ്മൾ കേട്ടു. പക്ഷേ എന്തെങ്കിലും അവശേഷിപ്പെങ്കിലും കണ്ടെത്തുക എന്നതായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. അതാണ് ആ ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം കിട്ടുന്നത് എന്ന് ജിതിൻ പറയുന്നു. അപ്പോൾ ഉറപ്പായും നമ്മൾ ഇതിന്റെ പര്യവസാനം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് കരുതിയിരുന്നു ഈ ഘട്ടത്തിൽ. പക്ഷേ പെട്ടെന്ന് അതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴുണ്ടാകുന്ന ഒരു വൈകാരിക ഒരു തകർച്ച എല്ലാവർക്കും ഉണ്ട്. അത് ലോറി ഉടമ മനാഫിനും ജിതിൻ സഹോദരി ഭർത്താവ് ജിതിനും അല്ലെങ്കിൽ ഇത് കാണുന്ന മുഴുവൻ ആളുകൾക്കും ഒക്കെ ഉണ്ട്. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ 10-70 ദിവസമായി നമ്മൾ ആ ചോദ്യം ഇങ്ങനെ നമ്മളുടെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഒരു നിമിഷം എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമ്മൾ അർജുനെ പറ്റി